ഇനി നമുക്ക് കുഞ്ചാക്കോ ബോബനും പ്രിയാമണിയും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നായകൻ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കേസ് വരികയാണ്. ഒരാളാണെങ്കിൽ റോൾഡ് ഗോൾഡ് പണയം വെക്കുവാനായിട്ട് ചെന്നിരിക്കുന്നു. എന്നാൽ ആ ഒരു കേസ് അന്വേഷിക്കുന്ന സമയത്താണ് ആ ഒരു ചെയിൻ കേസും പിന്നെ നമ്മുടെ നായകനും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നും ചുരുളഴിയുന്നു. ആ ഒരു കേസ് ഒടുവിൽ കൊണ്ടെത്തിക്കുന്നത് വലിയ വലിയ സത്യങ്ങളിലേക്കായിരുന്നു. നായകന് ഈ ഒരു കേസുമായിട്ട് എന്താണ് ബന്ധം? ഈ ഒരു കേസ് ചുരുളഴിയുന്ന സമയത്ത് എന്തൊക്കെ സത്യങ്ങളാണ് പുറത്തു വരുന്നത് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ബാംഗ്ലൂരിൽ ജോസഫ് എന്നൊരു പോലീസ് ഓഫീസർ ആണെങ്കിൽ അവസാനമായി ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കൊച്ചിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു ബസ്സിൽ പോവുകയായിരുന്ന മുത്തശ്ശിയുടെ മാലയാണെങ്കിൽ ആരോ മോഷ്ടിച്ചു. മുത്തശ്ശിക്കാണെങ്കിലോ തന്റെ അടുത്ത് നിന്ന 2 സ്ത്രീകളെയാണ് സംശയം. ആ ഒരു വിവരം പോലീസിനെ അറിയിക്കുകയാണ്. പോലീസ് എത്തി മുത്തശ്ശിക്ക് സംശയമുണ്ടായിരുന്ന ആ 2 സ്ത്രീകളെയും മുത്തശ്ശിയും പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എത്ര ചോദ്യം ചോദിച്ചിട്ടും ആ 2 സ്ത്രീകളാണെങ്കിൽ സമ്മതിക്കുന്നതേയില്ല. ആ ബസ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ ഞങ്ങളെ സംശയിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞാണ് 2 പേരും പ്രശ്നമുണ്ടാക്കുന്നത്. അതേ സമയം തന്നെയായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടറായ ഹരി അവിടേക്ക് വരുന്നതും. അതാണ് നമ്മുടെ കഥാനായകൻ. ഹരിയാണെങ്കിൽ വല്ലാത്ത കലിപ്പിലായിരുന്നു. അവിടെ വന്ന ഹരിയാണെങ്കിൽ ഈ മാലമോഷണ കേസിനെ പറ്റി ചർച്ച നടക്കുന്നത് കണ്ട് എന്താണെന്ന് തിരക്കുമ്പോൾ പോലീസ് ഇൻസ്പെക്ടർ കാര്യം പറയുന്നു. അങ്ങനെ ഹരിയാണെങ്കിൽ അടുത്തു നിന്നൊരു സ്ത്രീയെ നോക്കിയിട്ട്, നീയല്ലേ മാല മോഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, സാറേ ഞാനല്ല, ഞാൻ പ്രഗ്നന്റാ, എന്നെ ആവശ്യമില്ലാതെ എന്റെ പേരിൽ കുറ്റങ്ങളൊന്നും ചാർത്തരുത് എന്നവർ പറയുന്നു. എന്നാൽ അത് കേട്ടതും ഹരിക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഹരിയാണെങ്കിൽ അവർ പ്രഗ്നന്റ് ആണെന്ന് പോലും നോക്കാതെ അവരുടെ വയറ്റിനൊരു ഇടി കൊടുത്തു. അതോടുകൂടി കൂടെ നിന്ന സ്ത്രീയാണെങ്കിൽ, സാറേ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ ആ മാല എടുത്തതെന്ന് പറഞ്ഞ് അവരുടെ കൈവശമുണ്ടായിരുന്ന മാല എടുത്ത് ഹരിയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ്. എന്നാലും ഹരി കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് പറയുന്നത്, യൂണിഫോം ഇട്ട് നടന്നിട്ട് കാര്യമില്ല, കേസ് തെളിയിക്കാനായും പറ്റണമെന്ന് ഹരി അവരെ വഴക്ക് പറയും. എല്ലാവരും ഹരി അങ്ങനെ ചെയ്തത് കണ്ട് വല്ലാതെ ടെൻഷനായി നിൽക്കുകയാണ്. കാര്യം ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയത്തേയില്ല. അതേസമയം തന്നെ ഹരിയാണെങ്കിൽ തന്റെ ക്യാബിനിലേക്ക് വന്നു. അവിടെ ഹരിയുടെ പേരെഴുതി വെച്ചിരിക്കുന്ന നെയിം ബോർഡ് കണ്ടതും ഹരിക്ക് വല്ലാതെ ദേഷ്യം വരും. അതിനൊരു കാരണമുണ്ട്. മുൻപ് DYSP ആയിരുന്നു ഈ ഹരി. എന്നാൽ ഇപ്പോൾ എന്തോ ഒരു പ്രശ്നത്തെ തുടർന്ന് വീണ്ടും സർക്കിൾ ഇൻസ്പെക്ടറായി മാറി കൊച്ചിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്കും എത്തിയിരിക്കുകയാണ്. അതെന്താണ് കാരണമെന്ന് വഴിയെ മനസ്സിലാകും. എന്നാൽ അതേസമയം തന്നെ ശ്രീറാം ഫിനാൻസിൽ നിന്നും ഒരു ലേഡി സ്റ്റാഫും ബസ് കണ്ടക്ടറായ ചന്ദ്രബാബുവും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായിരിക്കുന്നു. എന്തെന്നാൽ ഈ ചന്ദ്രബാബു ആണെങ്കിൽ തന്റെ 2 പവൻ സ്വർണമാല ശ്രീറാം ഫിനാൻസിൽ പണയം വെക്കുവാനായി ചെന്നിരുന്നു. എന്നാൽ അവർ ചെക്ക് ചെയ്തതിനു ശേഷം പറയുന്നത് അത് വെറും റോൾഡ് ഗോൾഡ് ആണെന്നാണ്. എന്നാൽ ചന്ദ്രബാബു സമ്മതിക്കത്തേയില്ല. ശ്രീറാം ഫിനാൻസുകാരെ ചന്ദ്രബാബുവിനെ പറ്റിച്ചു എന്ന പേരിലാണ് അവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കിയതും. അതിപ്പോൾ കേസായിരിക്കുന്നു. ചന്ദ്രബാബുവിനോട് ഹരി വിവരം തിരക്കുമ്പോൾ ചന്ദ്രബാബു പറയുന്നത്, സാറേ സത്യത്തിൽ ആ മാല എന്റെ മകളുടെ പിറന്നാളിന് വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിയതാ. 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഓഗസ്റ്റ് 2-ാം തീയതി അനശ്വര ജ്വല്ലറിയിൽ നിന്നാണ് വാങ്ങിയത്. സാറ് സംശയമുണ്ടെങ്കിൽ അവിടെ ഒന്ന് തിരക്കുവാനായും പറഞ്ഞു. എന്നാൽ അത് കേട്ട് ഹരി പറയുന്നത്, എന്തിനാ നിങ്ങളിപ്പോൾ അത്യാവശ്യപ്പെട്ട് ഈ സ്വർണം പണയം വെക്കുവാനായി ചെന്നത് എന്ന് ചോദിക്കുമ്പോൾ വളരെ സങ്കടത്തോടു കൂടി ചന്ദ്രബാബു തന്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണ്, അവളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്, കാശ് അത്യാവശ്യമാണെന്നും ചന്ദ്രബാബു പറയുന്നു. എന്നാൽ അത് കേട്ട് ഹരി പറയുന്നത്, നിങ്ങളുടെ മകൾ എവിടെയാണ്? അവളുടെ കഴുത്തിൽ കിടന്ന മാലയല്ലേ ഇത്? മകളോടൊന്ന് സംസാരിക്കണമെന്നും ഹരി പറയുന്നു. അതനുസരിച്ച് ചന്ദ്രബാബു ആണെങ്കിൽ ഹരിയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അവിടെ ചന്ദ്രബാബുവിന്റെ മകളുണ്ടായിരുന്നു. ആ കുട്ടിയെ മാറ്റി നിർത്തി ഹരി ചോദിക്കും, നിന്റെ കഴുത്തിൽ കിടന്ന മാല അച്ഛൻ പണയം വെക്കാൻ കൊണ്ടുപോയത് സത്യമാണോ? അപ്പോൾ അത് കേട്ട് മകൾ പറയുന്നത്, അതെ സത്യമാണ്, എന്റെ പിറന്നാളിന് അച്ഛൻ വാങ്ങിത്തന്ന മാലയാ. പക്ഷെ അത് കേട്ട് ഹരി ചോദിക്കുന്നത്, എന്നാൽ ഇപ്പോൾ പറയുന്നത് അത് റോൾഡ് ഗോൾഡ് ആണെന്നാണല്ലോ, അതിന് കാരണം എന്താ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി മിണ്ടാതിരിക്കും. എന്തോ വശപ്പിശക് ഹരിക്ക് മണക്കുന്നു. ഹരി വീണ്ടും ആ ചോദ്യം അവളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ പെൺകുട്ടി സത്യം തുറന്നു പറയുവാനായും തീരുമാനിച്ചു. അവളുടെ കഴുത്തിൽ കിടന്നത് സത്യത്തിൽ റോൾഡ് ഗോൾഡ് ആണ്. അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്തത് സ്വർണവും. അവൾക്കൊരു പയ്യനുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നു. ആ പയ്യനാണെങ്കിലും ഇവളെ പ്രണയിച്ച് ഇവളെ അബ്യൂസ് ചെയ്ത് മൊത്തത്തിൽ ഇവളെ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം.
എന്നിട്ട് ആ പയ്യനാണെങ്കിൽ അവളുടെ കഴുത്തിൽ കിടന്ന മാലയെ സ്വന്തമാക്കി. പിന്നീടാണ് അവൻ ചതിക്കുകയായിരുന്നു എന്ന കാര്യം അവൾക്ക് മനസ്സിലായതും. മാല നഷ്ടമായ കാര്യം അച്ഛൻ അറിയാതിരിക്കാനായിട്ടാണ് ഒരു ഫേക്ക് ആയിട്ടുള്ള മാല തയ്യാറാക്കി അവൾ കഴുത്തിലിട്ടിരുന്നതും. അതാണിപ്പോൾ ഇങ്ങനെ സംഭവിച്ചതെന്നും പറഞ്ഞ് അവൾ ഒരുപാട് കരയും. അത് കേട്ട് ഹരിയാണെങ്കിൽ ആ പയ്യനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുവാനായി പെൺകുട്ടിയോട് പറയുമ്പോൾ അവൾ പറയുന്നത് അവൻ അവനെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം കള്ളമായിരുന്നുവെന്ന് പിന്നീടാ എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഒരുപാട് കരയും. അതിനുശേഷം ഹരി നേരെ ആ ഒരു ചെയിനിന്റെ ഫോട്ടോ എടുത്ത് തന്റെ 2 അസിസ്റ്റന്റ് പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ട് ചന്ദ്രബാബു ഈ മാല വാങ്ങിയത് അനശ്വര ജ്വല്ലറിൽ നിന്നാണോന്ന് അന്വേഷിച്ച് കണ്ടെത്തുവാനായും പറഞ്ഞു. 2 പോലീസുകാരും അനശ്വര ജ്വല്ലറി ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് 2 ചന്ദ്രബാബു അവിടെ നിന്ന് മാല വാങ്ങി എന്നുള്ളത് സത്യമാണെന്ന് മനസ്സിലായി. ആ കാര്യം ഹരിയെ വിളിച്ചു പറയും. അത് കേട്ട് ഹരി പറയുന്നത്, ഒരു കാര്യം ചെയ്, ആ പരിസരത്ത് ഗോൾഡ് ലോൺ കൊടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ചെന്നിട്ട് ഈ മാല പണയം വെക്കുവാനായിട്ട് ആരെങ്കിലും വന്നിരുന്നു എന്ന് കണ്ടെത്തുവാനായും പറഞ്ഞു. അതനുസരിച്ച് പോലീസുകാർ പരിസരത്തുള്ള എല്ലാ ഗോൾഡ് ലോൺ കൊടുക്കുന്ന സ്ഥലത്തും അന്വേഷിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഈ മാല പണയം വെക്കുവാൻ കൊടുത്തിരുന്നു. ഇത് കൂടാതെ 2 ചെയിൻ കൂടി ഉണ്ടായിരുന്നുവെന്നും അവിടെയുള്ളവർ പറയുന്നു. മറ്റു 2 മാലയും ആരാണ് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നുള്ള കാര്യമെല്ലാം കണ്ടെത്തി ഹരിയോട് പറയുകയാണ് 2 പോലീസുകാരും. ആദ്യത്തെ മാല വാങ്ങിയിരിക്കുന്നത് ജോസഫ് എന്നൊരു പോലീസ് ഇൻസ്പെക്ടറാണ്, അതും ഭീമ ജ്വല്ലറിയിൽ നിന്നും. ഈ ജോസഫ് ആരെന്നാൽ സിനിമയുടെ തുടക്കത്തിൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്തത് കാണിച്ചല്ലോ, ആ പോലീസ് ഇൻസ്പെക്ടർ തന്നെയാണ് ഇപ്പോൾ ഈ മാല വാങ്ങിയിരിക്കുന്നതും. 2ാമത്തെ മാല വാങ്ങിയിരിക്കുന്നത് ഗിരി ജ്വല്ലറിയിൽ നിന്നാണ്. പക്ഷേ അതിന്റെ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് കിട്ടിയില്ല എന്നുള്ള കാര്യം അവർ പറയുന്നു. അത് കണ്ടെത്തുവാനായിട്ടും ഹരി പറയുകയാണ്. അതിനുശേഷം ഹരി നേരെ പോകുന്നത് ജോസഫിന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ജോസഫിന്റെ ഭാര്യയും മകളുമാണ് ഉള്ളത്. ജോസഫിന്റെ ഭാര്യയെ മാല കാണിച്ചിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഭാര്യ പറയുന്നത് ജോസഫ് ഭീമ ജ്വല്ലറിൽ നിന്നും മകൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയ മാലയാണെന്നും ഭാര്യ പറയുന്നു. മാത്രമല്ല ആ മാല ആരോ പൊട്ടിച്ചുകൊണ്ട് പോയി അതിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുള്ള കാര്യവും ഭാര്യ പറയും. മകളെ വിളിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അവൾ പറയുന്നത്, ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്താ അച്ഛൻ എനിക്കിത് വാങ്ങി തന്നത്. ഞാൻ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ആരോ ബൈക്കിൽ വന്ന് എന്റെ മാല പൊട്ടിച്ചുകൊണ്ട് പോയി. ഞാൻ ആ കാര്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛനത് കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു എന്ന കാര്യം മകൾ പറയുന്നു. അതിനുശേഷം ഹരി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. മറ്റൊരു വശത്ത് 2 പോലീസുകാരും ആ മാല പണയം വെച്ച സ്ഥലമില്ലേ 3 മാലയും, ആ സ്ഥലത്തെത്തിയിട്ട് അത് ആരാണ് പണയം വെച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് എടുക്കും. അതൊരു പെൺകുട്ടിയായിരുന്നു പണയം വെച്ചിരുന്നത്. മാല പണയം വെച്ച പെൺകുട്ടി ഒരു ടെക്സ്റ്റൈൽസിലാണ് ജോലി ചെയ്യുന്നതും. അവൾ ജോലി ചെയ്യുന്ന ഷോപ്പിലേക്ക് എത്തി അവളെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് 2-3 ദിവസമായി അവൾ ജോലിക്ക് വന്നിട്ട് എന്നുള്ള കാര്യം അവിടെയുള്ളവർ പറയുന്നു. മാത്രമല്ല ആ പെൺകുട്ടി നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ട്രിപ്പ് പോയിരിക്കുന്ന കാര്യവും അവർ ഹരിയെ വിളിച്ചറിയിക്കും. അപ്പോൾ ഹരി പറയുന്നത്, എന്തായാലും അവളെ ഫോളോ ചെയ്യണം, പക്ഷെ ആ കാര്യം അവൾ ഒരിക്കലും അറിയരുത്. മാത്രമല്ല ആ 3ാമത്തെ സ്വർണം വാങ്ങിയ ആളിന്റെ ഡീറ്റെയിൽസ് എടുക്കുവാനായിട്ടും 2 പോലീസുകാരോടും പറയുന്നു. അതനുസരിച്ച് അവർ നേരെ എത്തിയത് ഗിരി ജ്വല്ലറിയിലേക്കാണ്. കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് കാണുമ്പോൾ 2 പോലീസുകാരും ഞെട്ടിപ്പോകും. ഉടനെ തന്നെ ഡിവൈഎസ്പി വിളിച്ചിട്ട്, സാർ, ഹരി സാർ ഒരു ചെയിൻ കേസ് അന്വേഷിക്കുന്നുണ്ട്, അതിൽ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. അതെന്താണ് പ്രശ്നമെന്നോ ആ ഒരു ചെയിൻ കേസുമായിട്ട് ഹരിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ വഴിയെ മനസ്സിലാകും. എന്നാൽ ഉടനെ തന്നെ ആ ഡിവൈഎസ്പി ആണെങ്കിൽ ഹരിയെ വിളിച്ചിട്ട് ആ ഒരു ചെയിൻ കേസ് ഇനി ഹരി അന്വേഷിക്കണ്ട എന്ന് പറയുന്നു. അത് കേട്ടതും ഹരിക്ക് വല്ലാതെ ദേഷ്യം വരും. ഇനി എന്തൊക്കെ ചെയ്താലും ഞാൻ ഈ കേസ് അന്വേഷിക്കുമെന്ന് ദേഷ്യത്തിൽ ഹരി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. ഹരിയും ഈ ഡിവൈഎസ്പിയും ഒരേ ബാച്ചിലുള്ളവരായിരുന്നു. 2 പേരും ഫ്രണ്ട്സ് ആണ്. ഡിവൈഎസ്പി ആയിരുന്ന ഹരിയാണെങ്കിൽ എന്തോ ചെറിയ പ്രശ്നത്തെ തുടർന്ന് ദേ ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറായി മാറിയിരിക്കുന്നു. കൂട്ടുകാരനാണെങ്കിൽ ഇപ്പോൾ ഡിവൈഎസ്പിയും. ആ ഒരു ചെറിയ ദേഷ്യം ഹരിക്ക് ഇപ്പോഴും ഉണ്ട്. ആ ഒരു ദേഷ്യത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഹരിയാണെങ്കിൽ ചന്ദ്രബാബുവിനെ കാണുന്നു. നിങ്ങളുടെ മകളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ചന്ദ്രബാബു ചോദിക്കുന്നത്, അതെന്തിനാ എന്റെ മകൾ ഇവിടേക്ക് വരുന്നത്? അപ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന ഹരി പറയുന്നത്, നിങ്ങളുടെ മകളെ ഒരു പയ്യനെ പ്രേമിച്ചു. ആ പയ്യനാണെങ്കിൽ നിങ്ങളുടെ മകളെയും പറ്റിച്ച് അവളുടെ ചെയിനും അടിച്ചുകൊണ്ട് പോയി. നിങ്ങളത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഫേക്ക് ആയിട്ടുള്ള മാല ഉണ്ടാക്കി കഴുത്തിലിട്ടിരുന്നത്. നിങ്ങളതറിഞ്ഞില്ല. അത് കൊണ്ടുപോയി നിങ്ങൾ പണയം വെക്കാൻ നോക്കി, പണി കിട്ടി. അതാ യഥാർത്ഥത്തിൽ നടന്നത്. അത് കേട്ട് ചന്ദ്രബാബു പറയുന്നത്, എന്റെ മകളെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവൾ അങ്ങനെ ഒരു പ്രശ്നവുമുള്ള പെൺകുട്ടിയല്ല എന്ന് തന്നെ പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ഹരി പറയുന്നത്, ആണോ, നിങ്ങളുടെ മകൾക്ക് അങ്ങനെ ഒരു കുഴപ്പവുമില്ലല്ലേ, അവളെ ആ പയ്യൻ അബ്യൂസ് ചെയ്തു, നിങ്ങളുടെ മകളോട് തന്നെ ചോദിച്ചു നോക്കുവാനായിട്ടും ഹരി പറയുന്നു. അത് കേട്ട് ചന്ദ്രബാബു തകർന്നു പോകും. മനസ്സ് തകർന്നു വേദനയോട് കൂടിയാണ് ചന്ദ്രബാബു നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും. അതിനുശേഷം ഹരിയാണെങ്കിൽ തന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഹരിയുടെ വീട്ടിൽ ഭാര്യയും ഒരു മകളുമാണുള്ളത്. ഹരിയുടെ ഭാര്യയുടെ പേരാണ് ഗീത. വീട്ടിലെത്തി മകളോടും ഭാര്യയോടുമൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയം തന്നെ ഹരിക്കൊരു കോൾ വരും. അത് കേട്ട് ഹരി ഷോക്കാവുകയാണ്.
ഉടനെ തന്നെ തന്റെ കാറും എടുത്തു പോകും. നേരെ വന്നത് ചന്ദ്രബാബുവിന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ആളുകളൊക്കെ കൂടിയിരിക്കുന്നു. ഹരിയെ കണ്ടതും ചന്ദ്രബാബു ആണെങ്കിൽ വല്ലാതെ ബഹളം വെക്കുവാനായി തുടങ്ങി. നിങ്ങൾ കാരണമാണ് എന്റെ മകൾക്ക് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ അവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രബാബു കരയുന്നതും. അതൊന്നും ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറിപ്പോയ ഹരി കാണുന്നത് തൂങ്ങി മരിച്ചു നിൽക്കുന്ന ചന്ദ്രബാബുവിന്റെ മകളെയാണ്. അത് കണ്ടതും ഹരി തകർന്നു പോകുന്നു. ഹരിക്കാണെങ്കിൽ എന്തോ പോലെ വെപ്രാളമൊക്കെ ഉണ്ടാകുന്നു. പുറത്തേക്കിറങ്ങിയ ഹരിയെ നാട്ടുകാരെല്ലാവരും ചേർന്ന് വളയും. നിങ്ങൾ കാരണമാ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നു. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാണ് ഹരിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും. വീട്ടിലേക്കെത്തി വല്ലാത്തൊരു മാനസികാവസ്ഥയിലിരിക്കുകയാണ് ഹരി. ഗീതയാണെങ്കിൽ ഹരിയോട് വിവരം തിരക്കും. അപ്പോൾ ഹരി പറയുന്നത് എവിടെ, നില എവിടെ എന്നാണ്. നിലയാണ് ഹരിയുടെ മൂത്ത മകൾ. നിലയെ കാണണമെന്ന് പറഞ്ഞ് ഹരി വല്ലാതെ ബഹളം വെക്കുമ്പോൾ അവൾക്ക് തലവേദന കാരണം തലയിൽ മരുന്നൊക്കെ ഇട്ട് റൂമിൽ കിടക്കുകയാണെന്ന് പറയുന്നു. ഉടനെ തന്നെ ഹരി മുകളിലത്തെ നിലയിലേക്ക് പോയി അവിടുത്തെ റൂമെല്ലാം പരിശോധിക്കും. അപ്പോൾ നിലയെ കാണത്തില്ല. വല്ലാതെ ഹരി ബഹളം വെക്കും. ഗീതയെ ഉപദ്രവിക്കുവാനൊക്കെ ശ്രമിക്കുന്നു. നില എവിടെ എന്ന് ചോദിച്ചാണ് ബഹളം വെക്കുന്നത്. ഹരിയുടെ ചോദ്യങ്ങളും ഉപദ്രവവും താങ്ങാനാകാതെ ഗീതയാണെങ്കിൽ നില മരിച്ചു, നില മരിക്കാൻ കാരണം നിങ്ങളാണ്, നിങ്ങൾ കാരണമാണ് അവൾ മരിച്ചത് എന്ന് പറയുന്നു. അത് കേട്ട് സഹിക്കാനാകാതെ ബോധം കെട്ട് തറയിൽ വീഴുകയാണ് ഹരി. പിന്നീട് ഹരിയുടെ പാസ്റ്റ് ലൈഫാണ് കാണിക്കുന്നത്. ഹരിക്കൊരു മകളുണ്ടായിരുന്നു, നില. ടീനേജ് പ്രായമായിരുന്നു അവൾക്ക്. അവളാണെങ്കിൽ എന്തോ കാരണത്താൽ ആത്മഹത്യ ചെയ്തു. അത് ഇന്നുവരെയും ഹരിക്ക് അക്സെപ്റ്റ് ചെയ്യുവാനായി പറ്റിയിട്ടില്ല. തന്റെ മകൾ മരിച്ചുവെന്ന് ഇതുവരെയും ഹരി വിശ്വസിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം നില ആത്മഹത്യ ചെയ്തത് എന്നാണ് പിന്നീട് കാണിക്കുന്നതും. ഒരിക്കലൊരു ക്രിമിനലായ ശ്യാമിനെ ഓടിച്ചിട്ട് പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ഹരി. എന്തിനാണ് ശ്യാമിനെ അറസ്റ്റ് ചെയ്തതെന്ന് രണ്ട് പോലീസുകാർ സംസാരിക്കുന്നത് വഴി നമുക്ക് മനസ്സിലാകും. കാരണം എന്തെന്നാൽ അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടറായ തോമസ് എന്ന ആളുടെ മകളെ ഇവൻ പ്രണയിച്ച് അബ്യൂസ് ചെയ്തു വീഡിയോ എടുത്തു വെച്ചു. അത് കാരണം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. തോമസിന്റെ മകളാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ശ്യാം മനഃപൂർവ്വം അങ്ങനെ ചെയ്തതും. അതിനു പിന്നിലും ഒരു കാരണമുണ്ട്. ഈ ശ്യാം 16 വയസ്സായ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ആ പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തു. ആ വിവരം അറിഞ്ഞ തോമസ് ആണെങ്കിൽ ശ്യാമിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ആ ഒരു വാശിയിലാണ് തോമസിന്റെ മകൾക്കിട്ട് തന്നെ ശ്യാം പണി കൊടുത്തതും. അതിനു തന്നെയാണ് അവനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതും. ആ വിവരം അറിഞ്ഞ് തോമസ് ആണെങ്കിൽ സ്റ്റേഷനിലേക്ക് എത്തി. ശ്യാമിനെ കണ്ടതും അവനെ ഒരുപാട് തല്ലുന്നു. ശ്യാം ആണെങ്കിൽ തോമസിനെ ഒരുപാട് വെല്ലുവിളിക്കും പോലെയാണ് സംസാരിക്കുന്നതും. തോമസ് ശ്യാമിനെ തല്ലുന്ന സമയത്ത് ഹരി തോമസിനെ പിടിച്ചു മാറ്റും. തോമസിന്റെ മകളെ കൂടാതെ ഇനി മറ്റെത്ര പെൺകുട്ടികളെയൊക്കെ അവൻ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുവാനായിട്ട് അവന്റെ ലാപ്ടോപ്പ് പരിശോധിക്കുകയായിരുന്നു ഹരി. അതിൽ നിന്നും ഹരിക്ക് താങ്ങാനാകാത്തൊരു കാഴ്ച ഹരി കാണുന്നു. എന്തെന്നാൽ ആ ലാപ്ടോപ്പിനുള്ളിലെ ഒരു വീഡിയോ ഹരിയുടെ മകളുടേതായിരുന്നു, നിലയുടെ. ഒരിക്കലും ഒരച്ഛൻ കാണാൻ പാടില്ലാത്ത വീഡിയോ ആയിരുന്നു ഹരി കണ്ടതും. ഹരിക്കത് താങ്ങാനായില്ല. ഉടനെ തന്നെ ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് ആ ഒരു ദേഷ്യം ശ്യാമിനോട് തീർത്തു. ശ്യാമിനെ ഹരി പുതിരിയെ തല്ലുകൊണ്ട് ശ്യാം മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് നിലയെയും ഗീതയും കാണിക്കും. നില ഗീതയോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. അമ്മ, അവൻ എന്നെ ചതിക്കുകയായിരുന്നു. അവൻ എനിക്ക് കുടിക്കാൻ തന്ന ജ്യൂസിൽ ഡ്രഗ് കലർത്തി തന്നു. എന്നിട്ട് അവൻ എന്നെ നശിപ്പിച്ചത് എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് കരയും. അത് കേട്ട് ഗീത പറയുന്നത്, മോളെ നീ സമാധാനപ്പെട്, ഞാൻ നിന്നോടൊപ്പമില്ലേ, നമുക്കെല്ലാം ശരിയാക്കാം, നീ സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞ് മകളെ ആശ്വസിപ്പിക്കും. അതേ സമയം തന്നെയായിരുന്നു സത്യമെല്ലാം മനസ്സിലാക്കിയ ഹരിയാണെങ്കിൽ കാർ സ്പീഡിൽ ഓടിച്ച് വീട്ടിലേക്ക് വന്നതും. ഹരി വല്ലാത്ത ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കി ഗീതയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്ന് ഹരിയെ തടയുവാനായി നോക്കുന്നു. ഹരി, ഒന്ന് സമാധാനപ്പെട്, നമ്മുടെ മകളെ ആ നായ ചതിച്ചതാ, അവൻ ഡ്രഗ് കലർത്തി കൊടുത്തിട്ടാ അവളോട് ഇങ്ങനെ പെരുമാറിയത്, ഒന്ന് സമാധാനപ്പെട്, നമുക്കെല്ലാം ശരിയാക്കാം എന്ന് ഗീത പറയുമ്പോഴും ഹരി പറയുന്നത്, എടി നീ ആ വീഡിയോ കണ്ടില്ലല്ലോ, നീ കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും നീ ഇങ്ങനെ പറയില്ലായിരുന്നു, ഞാൻ ആ വീഡിയോ കണ്ടത് എന്ന് പറഞ്ഞ് ഗീതയെ തള്ളി മാറ്റി ഹരി മുകളിലേക്ക് ചെല്ലും. അപ്പോൾ കതക് അടച്ചിരിക്കുകയായിരുന്നു. നില റൂമിലും. നിലയോട് കതവ് തുറക്കുവാനായി പറഞ്ഞിട്ടും അവൾ കേട്ടതേയില്ല. ഒടുവിൽ ഹരിയാണെങ്കിൽ കതവ് ചവിട്ടി തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് തൂങ്ങി നിൽക്കുന്ന നിലയെയാണ്. അത് കണ്ട് ഹരിക്ക് താങ്ങാനായില്ല. ഉടനെ തന്നെ ഹരി ബോധം കെട്ട് വീഴുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ഹരിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. മകളുടെ മരണശേഷം ഹരിയാണെങ്കിൽ മാനസിക നില തെറ്റിയ ഒരവസ്ഥ പോലെയാണ് പെരുമാറുന്നതും. അതുകൊണ്ട് തന്നെ ഹരിയാണെങ്കിൽ സൈക്കാട്രിസ്റ്റിനടുത്ത് ട്രീറ്റ്മെന്റും എടുക്കുന്നുണ്ട്. ഡിവൈഎസ്പി ആണെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് ഹരിയെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് സൈക്കാട്രിസ്റ്റ് പറയുന്നത്, ഹരിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, മകളുടെ മരണം അക്സെപ്റ്റ് ചെയ്യുവാനായി പറ്റുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചു പോയത്, അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ മാനസിക പ്രശ്നങ്ങളൊന്നും ഹരിക്കില്ല.
താൻ കാരണമാണ് മകൾ മരിച്ചുപോയത് എന്നൊരു കുറ്റബോധം. മാത്രവുമല്ല, ചന്ദ്രബാബുവിന്റെ മകളും ഹരി കാരണമാണ് മരിച്ചുപോയത് എന്നുള്ളൊരു തോന്നലും ഹരിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് കാരണമുള്ള പ്രശ്നങ്ങളാണ് ഇതെന്നും സൈക്യാട്രിസ്റ്റ് പറയുന്നു. ഹരിയുടെ ഭാര്യയായ ഗീതയാണെങ്കിൽ ഹരിയുമായിട്ട് ഡിവോഴ്സിനായിട്ട് ഒരുങ്ങുകയാണ്. ഡിവൈഎസ്പിയുടെ ഭാര്യ ഹരിയുടെ ഭാര്യയെ കണ്ടിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്, ഹരിയുടെ മാനസിക നില നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്ന സമയത്തും ഗീതയാണെങ്കിൽ ഡിവോഴ്സിൽ നിന്നും പിന്മാറുവാനിടം തയ്യാറാകുന്നില്ല. ഗീതയുടെ പേടി എന്തെന്നാൽ ഇനിയും ഒരു മകൾ വളർന്നു വരികയാണ്. ഹരിയുടെ ഇപ്പോഴത്തെ സ്വഭാവം കാരണം ആ മകൾക്കും എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നൊരു പേടിയാണ്. അതുകൊണ്ട് തന്നെ ഹരിയോട് സംസാരിക്കുമ്പോഴും താൻ ഡിവോഴ്സിൽ നിന്നും പിന്മാറില്ല എന്ന തീരുമാനം ഹരിയെ അറിയിക്കുകയും ചെയ്യുന്നു. ഹരിക്കാണെങ്കിൽ വേറെ വഴിയില്ല. ഗീതയുടെ തീരുമാനത്തിന് ഹരിയും അക്സെപ്റ്റ് ചെയ്യും. ശ്യാമിനെ ഹരി കൊന്നെങ്കിലും ആ കുറ്റം ഏറ്റെടുത്തത് തോമസ് ആയിരുന്നു. തോമസ് ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തോമസിനെ കാണുവാനായിട്ട് ഹരി വീട്ടിലേക്ക് എത്തും. ഹരിയാണെങ്കിൽ എന്തിനാ നിങ്ങൾ ആ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് തോമസ് പറയുന്നത്, സാർ അത് ചെയ്തില്ലെങ്കിലും എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ആ കുറ്റം ഏറ്റെടുത്തതിന് കാരണം എനിക്കിനി ആകെയുള്ളത് ഭാര്യ മാത്രമാ. പക്ഷേ സാറിന് ഇനിയും വളർന്നു വരുന്നൊരു പെൺകുട്ടി കൂടിയുണ്ട്. അതിന്റെ കാര്യം സാറ് നോക്കണമെന്നും തോമസ് പറയുന്നു. അതേ സമയമായിരുന്നു തോമസിന്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങി വന്നതും. തോമസിന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഹരിയെ അത്ര ഇഷ്ടമല്ല. കാരണം ഹരി ചെയ്ത കുറ്റത്തിനാണല്ലോ തോമസ് ജയിലിൽ പോയിരിക്കുന്നതും. തോമസിനെ ഹരി കാണാൻ ചെന്ന കാര്യം ഡിവൈഎസ്പി അറിയുന്നു. ഹരി ചെയ്ത കുറ്റം ഏറ്റെടുത്താണല്ലോ തോമസ് ജയിലിൽ പോയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ തോമസിനെ വീണ്ടും കാണാൻ ചെന്നതിന് ഡിവൈഎസ്പി ഹരിയെ ഒരുപാട് വഴക്ക് പറയും. അന്നേ ദിവസം രാത്രി ഉറങ്ങുവാനായി കിടക്കുകയായിരുന്നു തോമസും ഭാര്യയും. അതേസമയം ആരോ പുറത്ത് കതകിൽ മുട്ടുന്നു. കതക് തുറന്നു നോക്കുന്ന സമയത്ത് 5 പിള്ളേരായിരുന്നു പുറത്തുണ്ടായിരുന്നത്. 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. ആരാ എന്ന് ചോദിക്കുന്ന സമയത്ത് തോമസിന്റെ മകളായ എൽസയ്ക്കൊപ്പം പഠിച്ചവരാണെന്ന് പറയുന്നു. ഉടനെ തന്നെ അവരെ അകത്തേക്കും ക്ഷണിക്കും. എൽസയുടെ മരണത്തിന് വരാനായും പറ്റിയില്ല, അതുകൊണ്ടാ ഇപ്പോൾ വന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കും. തോമസിന്റെ ഭാര്യ അവർക്ക് കുടിക്കുവാനായിട്ടുള്ള നാരങ്ങ വെള്ളം പിഴിയുവാനായിട്ട് അടുക്കളയിലേക്കും പോയി. 2 പെൺകുട്ടികളും തോമസിന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞങ്ങൾ ജ്യൂസ് കലക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ആ ജോലി ഏറ്റെടുത്തു. എന്നിട്ട് എല്ലാവർക്കും ജ്യൂസ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് അവർ സംസാരിച്ചിരിക്കുകയായിരുന്നു. തോമസ് ആണെങ്കിൽ 5 പേരോടും അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തിരക്കും. അതിലൊരു പയ്യൻ തമിഴാണ് സംസാരിക്കുന്നതും. തമിഴനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ തമിഴനാണ്, അമ്മ മലയാളിയും, പിന്നെ 5 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ ആ പയ്യൻ പറയുന്നു. അങ്ങനെ തോമസ് ചോദിക്കും, നിങ്ങൾ എന്റെ മകൾക്കൊപ്പം സ്കൂളിലാണോ അതോ കോളേജിലാണോ പഠിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് സ്കൂളിലാണെന്ന് പറയുന്നു. എന്തോ സംശയം തോന്നുന്ന തോമസ് ആണെങ്കിൽ അവരോട് ചോദിക്കും, എൽസയുടെ മരണത്തിന് നിങ്ങളെ പഠിപ്പിച്ച ഒരു ടീച്ചർ വന്നിരുന്നു. എൽസയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ എന്നാ പറഞ്ഞത്, എന്തോ പേര് ഞാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ അത് കേട്ട് പെൺകുട്ടികളിൽ ഒരാൾ പറയും, മഹാലക്ഷ്മി ടീച്ചറാണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും തോമസിന്റെ സംശയം ഉറപ്പിച്ചു. തോമസ് ഗ്രൂപ്പ് ഫോട്ടോ കാണിച്ചിട്ട് ഇതിലേത് ടീച്ചറാണെന്ന് ചോദിക്കുന്നത് കേട്ടതും 5 പേർക്കും പണി പാളിയെന്ന് മനസ്സിലായി. ഉടനെ തന്നെ അതിലൊരു പയ്യനാണെങ്കിൽ ശ്യാമിന്റെ ഫോട്ടോ കാണിച്ചിട്ട്, ദേ ഇവനെ അറിയുമോ, ഞങ്ങളെ ഇവന്റെ ഫ്രണ്ടാ, നിങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ കൊന്നു കളഞ്ഞില്ലേ എന്ന് ചോദിച്ച് തോമസിനെയും ഭാര്യയും ഉപദ്രവിക്കും. അതേസമയം തന്നെ തോമസിന്റെയും ഭാര്യയുടെയും മൂക്കിൽ നിന്നും വായിൽ നിന്നുമെല്ലാം ബ്ലഡ് വരികയാണ്. ആ വന്നവർ 5 പേരും ശ്യാമിന്റെ കൂട്ടുകാരാണ്. ശ്യാമിനെ തോമസ് കൊന്നതിൽ പ്രതികാരം വീട്ടുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. തോമസിനും ഭാര്യയ്ക്കും കുടിക്കാൻ കൊടുത്ത ജ്യൂസിൽ അവർ വിഷം കലർത്തിയിരുന്നു. അതുകൊണ്ട് മരണവിപ്രാളത്തിലാണ് തോമസും ഭാര്യയും. മരിക്കുന്നതിന് മുൻപ് തന്നെ തോമസിന്റെ ഭാര്യ പറയും, നിങ്ങൾ അന്വേഷിച്ചു വന്ന ശ്യാമിന്റെ കൊലയാളി യഥാർത്ഥത്തിൽ എന്റെ ഭർത്താവല്ല, അത് ഹരിസാറാണ്. ഹരിസാർ ചെയ്ത കുറ്റത്തിനാണ് എന്റെ ഭർത്താവ് ജയിലിൽ പോയതെന്നും തോമസിന്റെ ഭാര്യ പറയുന്നു. തോമസ് എത്ര തടയാൻ നോക്കിയിട്ടും ഭാര്യ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. 5 പേരിൽ ഒരാളാണെങ്കിൽ തോമസ് മരിക്കുന്നതിന് മുൻപ് തോമസിനെ കൊണ്ട് ഫോൺ അൺലോക്ക് ചെയ്തു. അവസാനമായി വിളിച്ചിരിക്കുന്നത് ഹരിയുടെ നമ്പറാണെന്നും അവർ കണ്ടെത്തുന്നു. ഫോണിൽ നിന്നും ഹരിയുടെ ഫോട്ടോയും അവർ കണ്ടെത്തുകയാണ്. എന്നിട്ട് ആ ഫോട്ടോ അവരുടെ ഫോണിൽ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകും. ഹരിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഒപ്പിച്ച 5 പേരും ശ്യാമിനെ കൊന്നതിന് പ്രതികാരം വീട്ടുവാനായിട്ട് ഹരിയെ കൊല്ലുവാനായിട്ടും പ്ലാൻ ചെയ്താണ് വീട്ടിൽ നിന്ന് പോകുന്നതും. അതേസമയം തോമസും ഭാര്യയും മരണപ്പെട്ടിരുന്നു. തോമസും ഭാര്യയും സൂയിസൈഡ് ചെയ്തു എന്ന് തോന്നത്തക്ക വിധമാണ് അവരാ ഒരു മരണമെല്ലാം സെറ്റ് ചെയ്തിട്ട് പോയതും. അടുത്ത ദിവസം തന്നെ പോലീസുകാരെല്ലാം മരണ വീട്ടിലേക്കും എത്തുന്നു. ഹരിയും ഉണ്ടായിരുന്നു. എന്നാൽ ഹരി പറയുന്നത് ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ്. അതിന് തെളിവായിട്ട് ഹരിയുടെ കണ്ടെത്തലുകളും ഡിവൈഎസ്പിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മരിക്കും മുൻപ് ഇവരേതോ ഫോട്ടോ നോക്കിയിരുന്നു. ഇപ്പോൾ അവരുടെ മകളുടെയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഫോട്ടോയോ ആണ് നോക്കിയിരുന്നുവെങ്കിൽ അത് നോക്കിയിട്ടാണ് അവർ ആത്മഹത്യ ചെയ്തത് എന്ന് പറയാമായിരുന്നു. പക്ഷേ ദേ ഇവിടെ കിടക്കുന്ന ഫോട്ടോ മകളുടെ ഗ്രൂപ്പ് ഫോട്ടോയാണ്.
അപ്പോൾ ഇവിടെ മറ്റാരോ വന്നിട്ടുണ്ട്, മകളുമായി ബന്ധപ്പെട്ട ആരോ. മാത്രമല്ല വീട്ടിൽ 2 പേരല്ലേ ഉള്ളൂ, തോമസും ഭാര്യയും. തോമസിനും ഭാര്യയ്ക്കും കുടിക്കുന്നതിന് എന്തിനായിരിക്കാം 8 നാരങ്ങ പീസ്. അപ്പോൾ ഇവിടെ മറ്റാരോ വന്നിട്ടുണ്ട്. മാത്രമല്ല അകത്തുനിന്നായിരുന്നല്ലോ കുറ്റിയിട്ടിരിക്കുക. അപ്പോൾ കൊലയാളിക്ക് കതക് തുറന്നു കൊടുത്തിട്ടുള്ളത് വീട്ടിലുള്ളവർ തന്നെയായിരിക്കാം. സംഭവം കഴിഞ്ഞ് അവരെന്തായാലും മച്ചു വഴിയാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. ദേ ഓടിളക്കിയതിന് ലക്ഷണമായിട്ട് ഇവിടെയൊക്കെ കരിയില വീണ് കിടക്കുന്നു. മാത്രമല്ല ഓടിന് മുകളിലുള്ള കരിയിലയും മാറിക്കിടക്കുന്നു എന്നുള്ള തന്റെ കണ്ടെത്തലുകളെല്ലാം ഹരി പറയുന്നു. അതോടുകൂടി ഡിവൈഎസ്പിക്കും ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നുള്ള കാര്യം ഉറപ്പായി. അതിനുശേഷം ഹരി നേരെ പോകുന്നത് തന്റെ മകളായിട്ടുള്ള നിലയുടെ കൂട്ടുകാരെ കാണുവാനായിട്ടായിരുന്നു. നില എപ്പോഴെങ്കിലും അവൾക്ക് വല്ല അഫെയറും ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാളുണ്ട്, പക്ഷെ ഇതുവരെ അവൾ നമ്മളെ പരിചയപ്പെടുത്തി തന്നിട്ടില്ല. അവനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതല്ലാതെ ഇതുവരെയും പരിചയപ്പെടുത്തിയില്ല എന്നും കൂട്ടുകാർ പറയുന്നു. പിന്നെ മാലയുടെ കാര്യം ഹരി തിരക്കുമ്പോൾ കൂടെയുള്ള ഒരു പയ്യൻ പറയുന്നത്, നിലയുടെ മാല മിസ്സായി പോയപ്പോൾ ഞാൻ അവൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊടുത്തത്. മാല പോയത് അവളുടെ ലവർ അവളെ ചീറ്റ് ചെയ്തു, അവൻ അടിച്ചുകൊണ്ട് പോയതാണെന്നാണ് പറഞ്ഞത് എന്നുള്ള കാര്യം അവർ പറയുന്നു. അതിനുശേഷം ഹരി നേരെ വരുന്നത് ജോസഫിന്റെ മകളെ കാണുവാനായിട്ടാണ്. മകളോട് അവൾക്ക് വല്ല ലവറും ഉണ്ടായിരുന്നോ എന്നൊക്കെ അതിനുശേഷം ഹരി നേരെ വരുന്നത് ജോസഫിന്റെ മകളെ കാണുവാനായിട്ടാണ്. മാലയുടെ കാര്യം അവളോട് ചോദിക്കുന്ന സമയത്ത് അവൾ ആ സത്യമെല്ലാം തുറന്നു പറയുന്നു. അവൾക്കൊരു പയ്യനുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. ഇവർ 2 പേരും പ്രണയത്തിലായ സമയത്ത് ആ പയ്യൻ ഇവളെ കൂട്ടിക്കൊണ്ടുപോയി ഇവൾക്ക് കുടിക്കാൻ കൊടുത്ത ജ്യൂസിലാണെങ്കിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്ത് ഇവളെ മയക്കി അബ്യൂസ് ചെയ്തു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ അവളെ ചതിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായത്. ആ കാര്യമെല്ലാം ആ ഒരു പെൺകുട്ടി ഹരിയോട് തുറന്നു പറഞ്ഞു. ശ്യാമിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവനാണോ ആളെന്ന് ചോദിക്കുമ്പോൾ ഇവനല്ല, ഒരു തമിഴനാണെന്ന് പറയും. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് താൻ ചതിക്കപ്പെട്ടു എന്ന കാര്യം മനസ്സിലായതെന്നും ആ പെൺകുട്ടി ഹരിയോടെല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ആ ഒരു സ്വർണമെല്ലാം പണയം വെച്ച് ടെക്സ്റ്റൈൽസ് ജോലി ചെയ്യുന്ന പെൺകുട്ടിയിലെ അവളെ കണ്ടെത്തുകയാണ്. അവളുടെ അടുത്തേക്ക് ഹരിയും കൂട്ടരും എത്തും. ഈ മാല നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി സത്യം തുറന്നു പറയുന്നു. അവളൊരു ടെക്സ്റ്റൈൽസിലാണല്ലോ ജോലി ചെയ്യുന്നത്. അവിടെ വന്ന 2 പെൺകുട്ടികളിൽ ഒരാളാണെങ്കിൽ തന്റെ പഴയ ഡ്രസ്സ് അവിടെ ഊരിയിട്ടിട്ട് പുതിയ ഡ്രസ്സും ഇട്ടുകൊണ്ടാണ് പോയത്. അപ്പോൾ അവിടെ കിടന്ന പഴയ ഒരു പാന്റിൽ നിന്നും ഒരു ചെറിയൊരു പൗച്ച് കിട്ടി. ആ പൗച്ചിനുള്ളിൽ ഇരുന്നതാണ് ഈ മാലയെന്നും ആ പെൺകുട്ടി പറയുന്നു. ഉടനെ തന്നെ ഹരിയും കൂട്ടരും ആ പെൺകുട്ടിയും കൂട്ടി ടെക്സ്റ്റൈൽസിലേക്ക് പോകും. ആ പെൺകുട്ടി ഡ്രസ്സ് മാറിയിട്ട് പോയി എന്ന് പറയുന്ന സമയത്തെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യും. അതിൽ നിന്നും ആളിനെ തിരിച്ചറിയുകയാണ്. മാത്രമല്ല ടെക്സ്റ്റൈൽസിലെ പർച്ചേസ് മാനേജറുമായിട്ട് ആ പെൺകുട്ടി നിന്ന് സംസാരിക്കുന്നതും ഫുട്ടേജിൽ റെക്കോർഡായിട്ടുണ്ട്. ഉടനെ തന്നെ ഹരി പർച്ചേസ് മാനേജറിനോട് ഈ പെൺകുട്ടിയെ അറിയുമോ എന്ന് ചോദിച്ച സമയത്ത് പർച്ചേസ് മാനേജർ പറയുന്നത്, കുറച്ചു ദിവസം മുൻപ് ബാംഗ്ലൂരിൽ വെച്ച് ഒരു പാർട്ടിയിൽ ഈ പെൺകുട്ടിയെ കണ്ടതാണ്. അന്നവൾ നല്ലോണം സഹകരിച്ചു. എന്നാൽ ദേ ഇന്ന് കണ്ടപ്പോൾ അവൾക്ക് മിണ്ടാനൊക്കെ വലിയ പാടായിരുന്നു എന്നും പർച്ചേസ് മാനേജർ പറയുന്നു. ഹരി തിരികെ പോകുവാനായിട്ട് ലിഫ്റ്റിൽ കയറിയ സമയം ഹരിക്ക് പിന്നിലായിട്ട് 5 പേരിൽ 2 പേരായ ക്രിസ്റ്റിയും പിന്നെ ലാൻസും ഉണ്ടായിരുന്നു. ഈ ക്രിസ്റ്റിയാണ് 5 പേരുടെയും നേതാവ്. ഇവരുടെ അടുത്ത ടാർഗറ്റ് ഹരി തന്നെയാണ്. ഹരിയെ ഇവർ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ ഹരിയും കൂട്ടരും കാറിൽ പോകുന്ന സമയം ഇവരെ ഫോളോ ചെയ്ത് ക്രിസ്റ്റിയും ഗ്യാങ്ങും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ക്രിസ്റ്റിയാണെങ്കിൽ വണ്ടി നിർത്തുകയാണ്. ഹരിയെ ചേസ് ചെയ്യുന്നതും അവസാനിപ്പിച്ചു. കൂട്ടത്തിലുള്ള സെലിനാണെങ്കിൽ നീ എന്തിനാ വണ്ടി നിർത്തിയത് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുമ്പോൾ അതിന് മറുപടിയായി ക്രിസ്റ്റി പറയുന്നത്, അന്ന് അന്ന ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരുന്ന CCTV ഫുട്ടേജെല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഉറപ്പായും അന്നയെ അവർക്ക് മനസ്സിലായി. അന്നയെ വെച്ച് അവർ ഉറപ്പായും നമ്മളെ പിടികൂടും. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് നമുക്ക് അവരുടെ പിന്നാലെ പോകുന്നത് ഒന്ന് അവസാനിപ്പിക്കാം. നമുക്ക് ബാംഗ്ലൂരിലേക്ക് വിടാം. എല്ലാം ഒന്ന് ആറി തണുക്കുമ്പോൾ നമുക്ക് വീണ്ടും വന്ന് നമ്മുടെ പ്രതികാരം ആരംഭിക്കാമെന്നും ക്രിസ്റ്റിയും ലാൻസും പറയും. എന്നാൽ അത് കേട്ട് സെലിന് സഹിക്കത്തില്ല. നിങ്ങൾക്ക് വയ്യെങ്കിൽ പറ, ഞാൻ പോയി പ്രതികാരം വീട്ടാമെന്നും പറഞ്ഞ് അവള് വല്ലാതെ ബഹളം വെക്കും. എന്നാൽ അവർ ഒരു വിധത്തിൽ അവളെ സമാധാനിപ്പിച്ച് കാറിൽ കയറ്റി ബാംഗ്ലൂരിലേക്ക് പോകുന്നു. എന്തിനാണ് സെലിൻ ഇത്രയ്ക്കും ദേഷ്യപ്പെടുന്നതെന്നാൽ ഈ സെലിനും ശ്യാമും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അങ്ങനെ 5 പേരും ബാംഗ്ലൂരിലേക്കും യാത്ര തിരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഹരിയാണെങ്കിൽ തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ അടുത്തെത്തി തന്റെ കണ്ടെത്തലുകളെല്ലാം അവതരിപ്പിക്കുന്നതാണ്. തോമസും ഭാര്യയും ആത്മഹത്യ ചെയ്തതല്ല എന്നതിന് തെളിവായിട്ട് തന്റെ കണ്ടെത്തലുകളെല്ലാം അവതരിപ്പിക്കുന്നു. മാത്രമല്ല ഇവരെ കൊന്ന ആ കൊലയാളികളും പിന്നെ ജോസഫിന്റെ മരണവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഈ കൊലയാളികളും ബാംഗ്ലൂരിൽ ചേർന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞാനും ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിക്കുകയാണെന്നും ഹരി പറയുന്നു. അടുത്ത ദിവസം തന്നെ ഹരിയും ടീമും ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അതേസമയം 5 പേരും ബാംഗ്ലൂരിലാണെങ്കിൽ പബ്ബ്, പാർട്ടി, മയക്കുമരുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുകയാണ്. ബാംഗ്ലൂരിലെത്തിയ ഹരി ആദ്യം ചെയ്തത് ജോസഫിനെ പറ്റി അന്വേഷിക്കുകയാണ്. മാത്രവുമല്ല ജോസഫ് ആത്മഹത്യ ചെയ്തു നിന്ന ക്വാർട്ടേഴ്സിലേക്കും പോയി അവിടെ ആകെ പരിശോധിക്കും. പിന്നെ ജോസഫിന്റെ ഫോട്ടോസും പരിശോധിക്കും. മാത്രവുമല്ല ജോസഫ് അവസാനമായിട്ട് ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചല്ലോ അതും എടുത്തു നോക്കുകയാണ്.
ഹരി തന്റെ അസിസ്റ്റന്റിനോട് പറയും ജോസഫ് യഥാർത്ഥത്തിൽ സ്വമനസാലെ ആത്മഹത്യ ചെയ്തതല്ല, ആരോ നിർബന്ധിച്ച് ആത്മഹത്യ ചെയ്യിച്ചതാണ്. അത് ആത്മഹത്യക്കുറിപ്പിലും കാണാനുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപുള്ള മാനസികാവസ്ഥയിൽ ഒരാൾ എഴുതുന്നത് പോലെയല്ല കൈയക്ഷരമെല്ലാം ഉണ്ടായിരുന്നത്. ആ എഴുത്ത് കാണുമ്പോഴേ അറിയാം ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ജീവിക്കാൻ നിവർത്തിയില്ല. മാത്രമല്ല കഴുത്തിൽ കുരുക്കിട്ടിരുന്നെല്ലാം വേറെ രീതിയിലായിരുന്നു. ആത്മഹത്യ ചെയ്യുവാൻ പോകുന്നതിന് മുൻപ് ആ ഒരു മാനസികാവസ്ഥയിലുള്ള ആൾ കുരുക്കിട്ടിരുന്നത് പോലെയല്ല. മാത്രമല്ല യൂണിഫോമിന്റെ ഷർട്ടാണ് ധരിച്ചിരുന്നത്, പാന്റ് ധരിച്ചിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതിന് തെളിവല്ലേ എന്നൊക്കെ ഹരി തന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കവേ തന്നെ ഹരിക്കൊരു കോൾ വരും. അന്നയെ കണ്ടെത്തി എന്നതായിരുന്നു. അന്ന ഒരു പബ്ബിലുണ്ട്. അതേ പബ്ബിലേക്ക് ഹരിയും തന്റെ അസിസ്റ്റന്റും പോകുന്നു. അവിടെ വെച്ച് അന്നയെ പിടികൂടുവാനേക്ക് നോക്കും. എന്നാൽ അന്നയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ രക്ഷപ്പെട്ടു പോകും. അന്നയുടെ കാറിനെ അവർ ഫോളോ ചെയ്യും. പോകുന്ന വഴിയിലെല്ലാം അന്നയാണെങ്കിൽ ക്രിസ്റ്റിയെ വിളിച്ചിട്ട് ഇതുപോലെ ഹരി തന്നെ ഫോളോ ചെയ്യുന്നു, അവളെ കണ്ടെത്തി എന്നുള്ള കാര്യമെല്ലാം അറിയിക്കുന്നുമുണ്ട്. അങ്ങനെ അന്നയാണെങ്കിൽ കാറും ഓടിച്ചു പോവുകയാണ്. ആദ്യം ഒരു ഘട്ടത്തിൽ അന്നയെ പിടിച്ചു എന്നുള്ളതായിരുന്നു. എന്നാൽ വീണ്ടും അന്ന അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അവൾ സ്പീഡിന് കാർ ഓടിച്ചു വരുന്ന സമയം തന്നെ ഓപ്പോസിറ്റ് വന്ന ലോറിയുമായി കൂട്ടിയിടിച്ച് ആ സ്പോട്ടിൽ തന്നെ അന്ന മരണപ്പെടുകയും ചെയ്തു. അന്നയുടെ ഡെഡ് ബോഡി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വെച്ചിരിക്കുകയായിരുന്നു. അന്നയെ കാണുവാനായിട്ട് അവളുടെ 4 സുഹൃത്തുക്കളും മോർച്ചറിക്കുള്ളിലുണ്ട്. അതേസമയമായിരുന്നു ഡോക്ടർ അവിടേക്ക് വരുന്നതും. നിങ്ങൾ ആരാ, എന്തിനാ ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ച് ഡോക്ടർ ബഹളമുണ്ടാക്കും. മാത്രമല്ല മോർച്ചറിക്ക് പുറത്തു നിൽക്കുന്ന ഹരിയെ വിവരം അറിയിക്കാനായിട്ട് കോൾ ചെയ്യുന്ന സമയം ഹരി കോൾ എടുത്തതും ഡോക്ടറിന്റെ നിലവിളിയാണ് കേട്ടത്. ഉടനെ തന്നെ ഹരി മോർച്ചറിക്കുള്ളിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഡോക്ടറിനെ പിടിച്ചു വെച്ചിരിക്കുന്ന 4 പേരെയുമാണ്. അവിടെ വെച്ച് ആ 4 പേരും ഹരിയും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. അവർക്ക് നല്ല അടി ഹരി കൊടുത്തതെന്ന് തന്നെ പറയാം. എന്നാൽ ഒരു ഘട്ടത്തിൽ ഹരിയിൽ നിന്നുമെല്ലാം രക്ഷപ്പെടുന്നതിനായിട്ട് ഡോക്ടറിന്റെ കഴുത്തിൽ കത്തിവെച്ച് ഹരിയെ വിരട്ടും. എന്നിട്ട് ലിഫ്റ്റിൽ കയറി പോകുന്ന സമയം തന്നെ ഡോക്ടറിന്റെ കഴുത്തിൽ ഒരു മുറിവുണ്ടാക്കിയിട്ടാണ് അവിടെ നിന്നും അവർ രക്ഷപ്പെട്ടു പോകുന്നതും. ഉടനെ തന്നെ ഹരി ഡോക്ടറിനെ ഹോസ്പിറ്റലിലേക്കും എത്തിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഒരു സെമിത്തേരിയിൽ ഇരിക്കുന്ന 4 പേരെയുമാണ്. കൂട്ടത്തിലുള്ള 3 പേർക്കും ഇപ്പോൾ തന്നെ ഹരിയെ കൊല്ലണം. ഹരിയോട് വല്ലാത്ത ദേഷ്യം. ഇനി ആ പോലീസുകാരനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നും 3 പേരും പറയുമ്പോൾ നേതാവായിട്ടുള്ള ക്രിസ്റ്റി പറയുന്നത് കുറച്ച് സമയം കൊടുക്കണം, നമുക്ക് സമയം പോലെ തന്നെ അവനെ ഓരോരുത്തരെയായിട്ട് നമുക്ക് തീർക്കണം. ഇപ്പോൾ എന്തായാലും നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഹരിക്ക് മനസ്സിലായി കാണുമെന്നും നേതാവായിട്ടുള്ള ക്രിസ്റ്റി പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഡോക്ടറിനെ കാണുവാനായിട്ട് ഹരി എത്തുകയാണ്. ഡോക്ടർ വിളിച്ചിട്ടാണ് ഹരി വരുന്നത്. എന്നിട്ട് ആ ഡോക്ടറാണെങ്കിൽ ഹരിയോടൊരു കാര്യം പറയുന്നു. ആ 5 പേരുടെ കൂട്ടത്തിലുള്ള 2 പെൺകുട്ടികളുണ്ടല്ലോ, സെലിനും ആനയും, ഇവരെ 2 പേരെയും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇവരെ 2 പേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നു. എന്നാൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇവർ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ഡ്രഗ് കിട്ടാതായ സമയത്ത് ഭ്രാന്തരെ പോലെ മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നു ഇവരിവിടെ എത്തിയതും. മാത്രമല്ല ഇവർ ആ പരിസരത്തുള്ള സ്കൂളുകളിലെ കുട്ടികൾക്കെല്ലാം ഡ്രഗ്സ് ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ജോലിയും ഇവർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഹരിയോട് തുറന്നു പറയുന്നു. എന്നാൽ അതെല്ലാം കേട്ട ഹരിക്ക് ഓൾറെഡി ജോസഫിന്റെ മരണവും ഈ 5 പേരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ജോസഫ് വർക്ക് ചെയ്തിരുന്ന പോലീസ് സ്റ്റേഷനിലേക്കും എത്തും. അവിടുത്തെ പോലീസുകാരോട് അവസാനമായിട്ട് ജോസഫ് ഏത് കേസാണ് ഡീല് ചെയ്തിരുന്നത് എന്നുള്ള കാര്യമൊക്കെ തിരക്കുമ്പോൾ ജോസഫിനൊപ്പം ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനാണെങ്കിൽ സത്യമെല്ലാം തുറന്നു പറയുവാനായി ആരംഭിക്കുന്നു. 8 മാസം മുൻപ് നടന്ന കാര്യമാണ് പിന്നീട് കാണിക്കുന്നത്. ഒരിക്കൽ രാത്രി ജോസഫിനൊരു കോൾ വരും. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുന്ന ഒരു ബസ്സിൽ 3 പേരാണെങ്കിൽ ഡ്രഗ്സ് കടത്തുന്നു എന്നതായിരുന്നു ആ ന്യൂസ്. ഉടനെ തന്നെ ആ ഒരു ബസ്സിലേക്ക് എത്തുകയാണ് ജോസഫും കൂട്ടരും. എന്നാൽ ഡ്രഗ്സ് കടത്തുന്ന ആരെന്നാൽ ശ്യാമും സെലിനും പിന്നെ അന്നയുമായിരുന്നു. 3 പേരെയും മറ്റൊന്നും ചോദിക്കാതെ ജോസഫ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകും. പോകുന്ന വഴിയിലെല്ലാം ശ്യാം ആണെങ്കിൽ ജോസഫിനോട് കെഞ്ചുന്നുണ്ട്. സാർ, ഞങ്ങളെ വെറുതെ വിടണം, എന്ത് വേണമെങ്കിലും തരാം എന്നായിരുന്നു ശ്യാം പറഞ്ഞതും. ശ്യാം പറഞ്ഞത് കേട്ട് ഉടനെ തന്നെ ജോസഫ് ആണെങ്കിൽ അന്നയുടെ കാലിൽ കൈവയ്ക്കും. ജോസഫിന്റെ ഉദ്ദേശം വേറെയായിരുന്നു. അത് മനസ്സിലാക്കിയ അന്നയാണെങ്കിൽ ജോസഫിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. അത് കാരണം ജോസഫിന് വല്ലാതെ ദേഷ്യം വന്നു. ഉടനെ തന്നെ ജോസഫ് ആണെങ്കിൽ ഡ്രൈവറിനോട് ഒരു കാട്ടിലേക്ക് ജീപ്പ് കൊണ്ടുപോകുവാനായി പറഞ്ഞു. ആരോരുമില്ലാതെ വിജനമായ കാട്ടിനുള്ളിലേക്കാണ് ആ ജീപ്പ് കടന്നതും. എന്നിട്ട് ശ്യാമിനെ വണ്ടിക്കുള്ളിൽ തന്നെ വിലങ്ങ് വെച്ചിരുത്തി. അതിനുശേഷം അന്നയും സെലിനെയും കാടിനുള്ളിലുള്ള ഒരു വലിയ മരത്തിനടുത്തേക്ക് കൊണ്ടുവന്ന് 2 പേരുടെ കൈയും മരത്തിന് അപ്പുറവും ഇപ്പുറവും നിർത്തി വിലങ്ങ് ചെയ്യുകയാണ്. ശ്യാമിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ 2 പേരെയും ജോസഫ് ക്രൂരമായി റേപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ജോസഫിനോട് അവർ പ്രതികാരം വീട്ടുവാനായും തീരുമാനിച്ചത്. തന്റെ കൺമുൻപിലാണല്ലോ ഇത്രയും കൃത്യങ്ങൾ നടന്നത്. മാത്രമല്ല അതിനിരകളായത് സെലിനും അന്നയും. അതുകൊണ്ട് തന്നെ ജോസഫിന്റെ മകളെ കടത്തിക്കൊണ്ടുപോയി ആ കുട്ടിക്ക് ഡ്രഗ്സ് കൊടുത്ത് അവളെ ക്രൂരമായി അവർ റേപ്പ് ചെയ്തു. മാത്രമല്ല അതിന്റെ വിഷ്വൽസും എടുത്തു വെച്ച് ജോസഫിനെ വിരട്ടിയാണ് ജോസഫിനെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചതും.
അങ്ങനെ ഹരി തന്റെ കണ്ടെത്തലുകളെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥനെ അറിയിക്കുകയാണ്. എന്നിട്ട് ഹരി പറയുന്നത് ഈ 5 പേരുടെയും കേസിൽ എങ്ങനെയോ ചന്ദ്രബാബുവും ഇൻവോൾവ് ആയിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് കണ്ടെത്തണമെന്നും ഹരി പറയും. ഉടനെ തന്നെ ചന്ദ്രബാബുവിനെ അവിടേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ശ്യാമിന്റെയും സെലിന്റെയും അന്നയുടെയും ഒക്കെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരെ അറിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദ്രബാബു പറയുന്നത് അറിയാം. അന്നത്തെ കൊച്ചി ബാംഗ്ലൂർ ബസ്സിലെ കണ്ടക്ടറായിരുന്നു ചന്ദ്രബാബു. 3 പേരും ബസ്സിനുള്ളിൽ ഡ്രഗ്സ് കടത്തുന്നു, ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ആരോ ചന്ദ്രബാബുവിനോട് പറഞ്ഞു. ചന്ദ്രബാബു അത് ചോദ്യം ചെയ്യുവാനെ ശ്യാമിനടുത്തെത്തി. ഓൾറെഡി ഡ്രഗ്സ് ഒക്കെ അടിച്ചിരിക്കുന്ന ശ്യാമാണെങ്കിൽ ചന്ദ്രബാബുവിനെ ഒരുപാട് ഉപദ്രവിച്ചു. ചന്ദ്രബാബുവിന്റെ മൂക്ക് പൊട്ടി രക്തവും വന്നു. ചന്ദ്രബാബു ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. അങ്ങനെയാണ് ജോസഫ് എത്തി 3 പേരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതും. ആ കാര്യങ്ങളെല്ലാം ചന്ദ്രബാബു പോലീസുകാരോട് പറയുന്നു. അത് കേട്ട് ഹരി ഒരു കാര്യം ചിന്തിക്കും. ചന്ദ്രബാബു പോലീസിനെ അറിയിച്ചത് കൊണ്ടാണ് ജോസഫ് അവിടെ എത്തി 3 പേരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതും ജോസഫിനാൽ 2 പെൺകുട്ടികളും ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടതും. അതിന്റെ ദേഷ്യത്തിനാണ് ചന്ദ്രബാബുവിന്റെ മകളെയും ജോസഫിന്റെ മകളെയും പ്രണയം നടിച്ചു കൊണ്ടുപോയി ഡ്രഗ്സ് കൊടുത്ത് അബ്യൂസ് ചെയ്ത് അവരുടെ വീഡിയോ എല്ലാം പകർത്തിവെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ദ്രോഹിച്ചുകൊണ്ടേയിരുന്നതും. അങ്ങനെയാണെങ്കിൽ തന്റെ മകൾ എങ്ങനെയാണ് ഇവരുടെ പിടിയിൽ വന്നത്? അപ്പോൾ അതിനു പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന സംശയം ഹരിക്കുണ്ടാകുന്നു. ഉടനെ തന്നെ ഹരിയും കൂട്ടുകാരനും ഗീതയെ കാണുവാനായിട്ടും എത്തി. അവരുടെ 3 പേരുടെയും ഫോട്ടോ ഗീതയെ കാണിച്ചിട്ട് അറിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അറിയാമെന്ന് ഗീത പറയുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. പിന്നീട് 8 മാസങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ് കാണിക്കുന്നത്. അതേ ബസ്സിൽ തന്നെയാണ് ഗീതയും മകളും ഉണ്ടായിരുന്നത്. അതേ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്ന ശ്യാമും ആനയും സെലിനും പബ്ലിക്കായിട്ടിരുന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുകയും പിന്നെ ശ്യാമും സെലിനും കാണാൻ പാടില്ലാത്ത രീതിയിലൊക്കെ പെരുമാറുന്നതും നില കണ്ടിരുന്നു. നില ഉടനെ തന്നെ ഗീതയോട് ആ വിവരം പറഞ്ഞു. അതുകൊണ്ട് സഹിക്കാനാകാത്ത ഗീതയാണെങ്കിൽ എഴുന്നേറ്റ് ശ്യാമിനൊരു അടി കൊടുക്കും. എന്നിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഗീത പ്രശ്നമുണ്ടാക്കുന്നു. ബാക്കി ആ ബസ്സിലുണ്ടായിരുന്നവരും കൂടെ ചേരുകയാണ്. എന്നാൽ ഓൾറെഡി ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് കിറങ്ങിയിരുന്ന ശ്യാമാണെങ്കിൽ ഗീതയെ ഉപദ്രവിക്കും. ഗീത ഉടനെ തന്നെ ചെന്ന് ചന്ദ്രബാബുവിനോട് വിവരം പറഞ്ഞു. അങ്ങനെയാണ് ചന്ദ്രബാബു അവിടേക്ക് വന്നതും ചന്ദ്രബാബുവും ശ്യാമും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നതും. ചന്ദ്രബാബു അങ്ങനെ ജോസഫിനെയും വിവരം അറിയിക്കുന്നു. ജോസഫ് എത്തി 3 പേരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ആ പോകുന്ന പോക്കിലാണ് അന്നയും സെലിനും റേപ്പ് ചെയ്യപ്പെട്ടതും. ജോസഫ് കാരണമാണല്ലോ അവർ റേപ്പ് ചെയ്യപ്പെട്ടത്. എന്നാൽ അങ്ങനെ സംഭവിക്കുവാനായിട്ടുള്ള കാരണം ഒന്നാമത്തേത് ഗീത, രണ്ടാമത്തേത് ചന്ദ്രബാബു. ഗീത ബസ്സിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് പിന്നീട് ചന്ദ്രബാബുവിനെ അറിയിച്ചത് കൊണ്ടാണല്ലോ ചന്ദ്രബാബു ജോസഫിനെയും അറിയിച്ചത്. അതുകൊണ്ടാണല്ലോ അവർക്കൊക്കെ അങ്ങനെ സംഭവിച്ചതും. അതുകൊണ്ടാണ് 3 പേരുടെയും മക്കളെ ടാർഗറ്റ് ചെയ്ത് ക്രൂരമായിട്ട് അവരോട് പെരുമാറിയതും. എന്നാൽ ഹരി ഈ സത്യങ്ങളൊന്നും ഗീതയോട് തുറന്നു പറയുന്നില്ല. ഗീത ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് നിലയുടെ മരണത്തിന് കാരണം ഹരിയാണെന്നാണല്ലോ. ഹരി എന്ന് ദേഷ്യപ്പെട്ടു വന്ന് കഥക് തല്ലി തുറക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് നില ആത്മഹത്യയും ചെയ്തത്. എന്നാൽ ഹരി പറയുന്നത് താൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു മാനസിക വിഷമം അതൊരിക്കലും ഗീത അനുഭവിക്കുവാനായും പാടില്ല. ഏതോ ഒരു കാരണത്താൽ ഗീതയും ഇതിന് ഉത്തരവാദി തന്നെയാണല്ലോ. അതേസമയം തന്നെ ഹരിയുടെ അസിസ്റ്റന്റ് ഹരിയെ വിളിച്ചിട്ട് 4 പേരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ നമ്മുടെ ചന്ദ്രബാബുവിന്റെ വീടിനടുത്തായിട്ട് കാണിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു. ഉടനെ തന്നെ ചന്ദ്രബാബുവിന്റെ വീട്ടിൽ അവരെത്തുന്ന സമയത്ത് ചന്ദ്രബാബു മകളുടെ ഫോട്ടോ വാങ്ങുവാനായിട്ട് സിറ്റിയിലേക്ക് പോയ കാര്യവും ഭാര്യ പറയുന്നു. ഉടനെ തന്നെ ഫോട്ടോ വാങ്ങുവാനായിട്ട് പോയ സ്ഥലത്ത് ചെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ നിന്നും കുറച്ചു നേരം ആയതേയുള്ളൂ ചന്ദ്രബാബു ഇറങ്ങിയിട്ടെന്നും അവർ പറയുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് തന്റെ ഡ്യൂട്ടിക്ക് കയറുവാനായിട്ട് പോകുന്ന ചന്ദ്രബാബുവിനെയാണ് ഹരിയും ടീമും കാണുന്നത്. ചന്ദ്രബാബുവിന് അടുത്തേക്ക് ഓടി ചെല്ലുവാനായിട്ട് ഹരിയും കൂട്ടരും ശ്രമിക്കുന്ന സമയം തന്നെ അവർക്കിടയിലേക്ക് ഒരു ബസ് കയറി വരും. അങ്ങനെ ചന്ദ്രബാബു മിസ്സായി പോകും. അതേസമയം തന്നെ ചന്ദ്രബാബുവിന് അടുത്തേക്ക് ആ 4 പേരും എത്തുകയാണ്. ചന്ദ്രബാബുവിനെ കുത്തിയിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. എന്നാൽ അതേസമയം തന്നെ ഹരി അവിടെ എത്തുന്ന കറക്റ്റ് സമയത്ത് ചന്ദ്രബാബുവിനെ രക്ഷിക്കുവാനായും പറ്റി. പക്ഷെ ആ സമയത്ത് 4 പേരും അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. ഇനി ഇവരുടെ അടുത്ത ടാർഗറ്റ് ഗീതയാണെന്ന് ഹരിക്ക് ഉറപ്പായി. ഉടനെ തന്നെ ഗീതയുടെ ഫ്ളാറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് കഥക് ലോക്കായിരുന്നു. ഗീത എവിടെയെന്ന് അടുത്തുള്ളവരോട് തിരക്കുമ്പോൾ ഗീത അച്ഛന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും 2-3 ദിവസം കഴിഞ്ഞേ വരുമെന്നും അടുത്തുള്ളവർ പറഞ്ഞു. കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടാണ് ഗീത പോയിരിക്കുന്നതും. അതേസമയം ഗീതയും മകളും ഗീതയുടെ അച്ഛന്റെ വീട്ടിലെത്തിയിരുന്നു. അവിടെ രാത്രി എല്ലാവരും ഡിന്നർ കഴിക്കുവാനായി ഇരുന്ന സമയം ഗീതയുടെ മകളെ ആണെങ്കിൽ കാണുന്നില്ല. പുറത്ത് കളിക്കാൻ പോയ കുഞ്ഞാണെങ്കിൽ അകത്തേക്ക് കയറി വന്നത് രക്തത്തിൽ കുളിച്ചും. നോക്കുമ്പോൾ ആ 4 പേരുടെയും പിടിയിലായിരുന്നു കുഞ്ഞ്. അതേസമയം കാറിൽ സ്പീഡിൽ വരികയായിരുന്ന ഹരിക്കൊരു വീഡിയോ കോൾ വരും. വിളിച്ചത് ക്രിസ്റ്റിയായിരുന്നു. നിന്റെ ഭാര്യയും മകളും ദേ എന്റെ കസ്റ്റഡിയിലുണ്ട്. നീ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെ ഞാൻ വെറുതെ വിടാമെന്നും ക്രിസ്റ്റി പറയുന്നു. അങ്ങനെ കോളും കട്ട് ചെയ്ത് വളരെ സ്പീഡിൽ വണ്ടി ഓടിക്കുകയാണ് ഹരി. അങ്ങനെ എല്ലാവരും ഹരിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണല്ലോ. അതേസമയം ആ 4 പേരുടെയും കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യനാണെങ്കിൽ സിഗരറ്റ് വലിക്കുവാനായിട്ട് ലൈറ്റർ കത്തിക്കുന്ന സമയം ഉടനെ തന്നെ ഗീതയുടെ അച്ഛനാണെങ്കിൽ തന്റെ കൈവശമുണ്ടായിരുന്ന മദ്യം എടുത്ത് അവന്റെ മുഖത്തേക്ക് ഒഴിച്ചതും ആ തീ അവന്റെ മുഖത്ത് പടർന്നു പിടിച്ചു. ആകെ പ്രശ്നം. എന്നിട്ട്
ഗീതയുടെ അച്ഛനാണെങ്കിൽ ഗീതയും കുഞ്ഞിനെയും പുറത്തേക്ക് രക്ഷപ്പെടുവാനായും സഹായിച്ചു. ഗീതയുടെ അച്ഛന്റെ കൈവശമാണെങ്കിൽ ഒരു തോക്കുണ്ടായിരുന്നു. അതെടുത്ത് വെടിവെക്കും. അങ്ങനെ പേടിച്ച് എല്ലാവരും താഴെ ഒളിച്ചിരിക്കുന്ന സമയം നോക്കിയാണ് ഗീതയും കുഞ്ഞിനെയും പുറത്തേക്ക് ഇറക്കി വിട്ടതും. അവിടെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയും എടുത്ത് ഗീത കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. എന്നാൽ ഗീത രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ക്രിസ്റ്റിയാണെങ്കിൽ ഓടി വന്നിട്ട് ഗീതയുടെ അച്ഛന്റെ നെഞ്ചിൽ തന്നെ കത്തി കുത്തിയിറക്കി. അച്ഛൻ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു. എന്നിട്ട് ഗീതയെ ഫോളോ ചെയ്തു പോവുകയാണ്. ഒരു റബ്ബർ ഗാർഡിനുള്ളിലൂടെ ഗീത തന്റെ മകളെയും കൊണ്ട് വണ്ടി ഓടിച്ചു പോകുന്ന സമയം. എന്നാൽ ഒരു ഘട്ടത്തിൽ ഗീതയ്ക്ക് മുന്നിലേക്ക് 4 പേരുടെയും വണ്ടി വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഗീതയെ അവർ പിടികൂടും. അതേസമയം തന്നെ മകളെ ആ വണ്ടിയിൽ നിന്നും ഗീത ഇറക്കി വിട്ടിരുന്നു. കുഞ്ഞ് റബ്ബർ ഗാർഡിനുള്ളിലൂടെ ഓടി റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്ന ഒരു വീടിനുള്ളിലേക്കാണ് കുഞ്ഞ് ഓടിക്കയറുന്നതും. അതേസമയം തന്നെ ഗീതയെ അവർ പിടിച്ചിറക്കിയിട്ട് ഗീതയെ കുത്തുകയാണ് ചെയ്തത്. ഗീതയെ അവിടെ ഇരുത്തിയതിനു ശേഷം ആ 4 പേരും കുഞ്ഞിനെ ഓടിക്കുകയാണ്. കുഞ്ഞ് എവിടേക്കാണോ ഓടിപ്പോയി ഒളിച്ചിരുന്നത് അതേ വീട്ടിലേക്ക് തന്നെയാണ് 4 പേരും എത്തുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് ഗീതയും കുഞ്ഞിനെയും അന്വേഷിച്ച് ഹരി എത്തും. അങ്ങനെ ഗീതയുടെ അടുത്തേക്ക് ഹരി വരികയാണ്. ഹരി നോക്കുമ്പോൾ കുത്തുകൊണ്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഗീതയാണ് കാണുന്നത്. വേദന സഹിക്കാനാകാതെ ഗീത ഹരിയോട് നമ്മുടെ മകളെ രക്ഷിക്കണമെന്നും പറയുന്നു. ഉടനെ തന്നെ ഗീതയെ എടുത്ത് വണ്ടിയിലിരുത്തിയതിനു ശേഷം ഹരിയാണെങ്കിൽ കുഞ്ഞിനെ അന്വേഷിച്ചു പോകും. ആ വീടിനുള്ളിൽ കുഞ്ഞാണെങ്കിൽ 4 പേരിൽ നിന്നും രക്ഷപ്പെടുവാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ അവർ കുഞ്ഞിനെ പിടികൂടുമെന്നായപ്പോൾ അവിടേക്ക് ഹരി എത്തുകയാണ്. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. ഹരി ഒരുവിധം 4 പേരെയും കീഴ്പ്പെടുത്തുകയാണ്. ഇനി ഇവർ ജീവിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച് അവരെ കൊല്ലുവാനായി പോകുന്ന സമയം തന്നെയായിരുന്നു പോലീസുകാർ അവിടേക്ക് വന്നതും. അങ്ങനെ 4 പേരെയും അറസ്റ്റും ചെയ്തുകൊണ്ടു പോകുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഹരിയുടെയും ഗീതയുടെയും പ്രശ്നമെല്ലാം അവസാനിച്ച് കുഞ്ഞുമായിട്ട് ഇപ്പോൾ അവർ സന്തോഷമായി ജീവിക്കുകയാണ്. അന്ന് അവരുടെ ഇളയ മകളുടെ പിറന്നാളായിരുന്നു. അവിടേക്ക് ഹരിയുടെ കൂട്ടുകാരനായ ഡിവൈഎസ്പി എത്തും. ഡിവൈഎസ്പി ചോദിക്കുന്നത്, എടാ നീ ഇന്നലെ എവിടെയായിരുന്നു? അപ്പോൾ അതിന് കാഷ്വൽ ആയിട്ട് ഹരി പറയുന്നത്, ഞാൻ വീട്ടിലുണ്ടായിരുന്നല്ലോ, വേണമെങ്കിൽ നീ ഗീതയോട് ചോദിച്ചു നോക്ക്. അല്ല, ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു, നിന്റെ ഫോൺ ഓഫ് ആയിരുന്നല്ലോ, എന്താ കിട്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് ചാർജില്ലായിരുന്നു, ഞാൻ ചാർജിന് വെക്കാനും മറന്നുപോയെന്ന് ഹരി പറയുന്നു. അല്ല, നീ ന്യൂസ് ഒന്നും കണ്ടില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ന്യൂസ് ഇട്ട് കാണിച്ചു കൊടുക്കും. ന്യൂസിൽ കാണിക്കുന്നത് എന്തെന്നാൽ ജാമ്യത്തിലിറങ്ങിയ 4 പേരും മരണപ്പെട്ടിരിക്കുന്നു. ആ വാർത്തയാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ 4 പേർക്കും എന്താണ് സംഭവിച്ചതെന്നാണ് പിന്നീട് കാണിക്കുന്നത്. ജാമ്യത്തിലിറങ്ങിയ 4 പേർക്കും എങ്ങനെയെങ്കിലും ഹരിയെ കൊല്ലണം. ആ ഒരു ദേഷ്യം തന്നെയാണ് അവർക്ക്. അവർ പ്രതികാരം വീട്ടുവാനായിട്ട് തയ്യാറായിരിക്കുന്ന സമയം അവരവരുടെ കാറാണെങ്കിൽ ഒരു വയലിന് സൈഡിലായിട്ട് ഒതുക്കിയിട്ട് ഡ്രഗ്സിന് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു സൈക്കിൾ വന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഡ്രഗ്സും കൊടുത്തിട്ട് പോകും. അങ്ങനെ അവർ ആ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സമയം പെട്ടെന്ന് തന്നെ അവരുടെ മൂക്കിൽ നിന്നെല്ലാം ബ്ലഡ് വരികയാണ്. എന്തെന്നാൽ ആ ഒരു ഡ്രഗ്സിൽ ആരോ പോയിസൺ കലർത്തിയിരുന്നു. പോയിസൺ കലർത്തിയത് മറ്റാരുമല്ല, ഹരി തന്നെയാണ്. ഹരി അവർക്ക് മുന്നിലായിട്ട് വന്ന് നിൽക്കും. അത് കാണുമ്പോൾ 4 പേർക്കും വല്ലാത്ത ദേഷ്യം. ഹരിയെ കണ്ടതും മൂക്കിലൂടെയും വായിലൂടെയും ബ്ലഡ് വന്നിട്ടും ഹരിയുടെ മുന്നിലേക്ക് നടന്നു വന്നിട്ട് ഹരിയുടെ കാൽ കീഴിൽ വീണാണ് 4 എണ്ണവും മരണപ്പെടുന്നതും. അതെ, അവരെ കൊന്നത് ഹരി തന്നെയാണ്. എങ്ങനെയാണോ തോമസിനെയും ഭാര്യയും കൊന്നുകളഞ്ഞത് അതുപോലെ തന്നെ വിഷം കലർത്തി കൊന്നുകളഞ്ഞു. ഹരിയുടെ മുന്നോട്ടുള്ള സമാധാനമായിട്ടുള്ള ജീവിതത്തിന് ഹരിക്ക് എന്തായാലും ഇത് ചെയ്തേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും സ്വസ്ഥമായിട്ട് ജീവിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഹരി ഭാര്യയോടും കുഞ്ഞിനോടും സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.